ഹലോ ഗീസ്, പുതിയൊരിലേക്ക് ഏവർക്കും സ്വാഗതം. അല്ല, എന്ത് പറ്റി? അല്ല, ഒന്നും മനസ്സിലാവുന്നില്ല. ഇതെന്തെന്നറിയാവോ? നല്ല എന്താ പറയുക, ഫ്രീ ആയിട്ട് കളിക്കുന്ന പിള്ളേർക്ക് പകരം നല്ല പൈസ കൊടുത്ത് എത്തിച്ചു തുടങ്ങിയപ്പോൾ, പണി അറിയാവുന്നവരെ കൊണ്ടുവന്നപ്പോൾ ഇപ്പം നന്നായി തുടങ്ങിയിട്ടുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു, അയ്യോ ISL ഈസി ഈസി ബീസി എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്ത് നിന്ന് റെലഗേഷൻ സോൺ വരെ എത്തി. കാരണം റെലഗേറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഐ അവിടെ പോയി കിടന്ന് ഇങ്ങനെ മെഴുകാൻ പറ്റത്തില്ല. അവിടെ ഗോകുലം കേരളയും കൂടെ ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് പകുതി അങ്ങോട്ട് മാറി ചിലപ്പം. അതുകൊണ്ട് അവിടെ പോയി കിടന്ന് മെഴുകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നൈസിനെ റെലഗേഷൻ സോൺ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അണ്ണന്മാർ കയ്യിരിക്കുന്ന പൈസ ചിലവാക്കി തുടങ്ങി. സോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ മസ്റ്റായി കമന്റ് ചെയ്യാനും _107 എന്ന നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ല. ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, വീഡിയോയിലേക്ക് പോയിക്കാം. ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ എന്താ പറയുക, ആഷ്ലി വെസ്സോട്ട് പറയുകയുണ്ടായി, ചലഞ്ചസ് ആണ് എനിക്കിഷ്ടം, അത് മറികടക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന്. എന്നാൽ അദ്ദേഹത്തിന് അത് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ മാനേജ്മെന്റിന് അത് ആഗ്രഹമില്ലെന്ന് നമുക്ക് പണ്ടേ അറിയുന്നതാണ്. അഭിക് ചാറ്റർജി വന്ന് പറയുകയും ചെയ്തു. അണ്ണൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അണ്ണൻ പറഞ്ഞു, മക്കളെ, നമ്മൾ എന്താ പറയുക, നമ്മൾ റിയാലിറ്റിയെ അംഗീകരിക്കാൻ പഠിക്കണം, എക്സ്പെക്റ്റേഷനെ മാത്രം ചെയ്യുന്നൊരു കാര്യമില്ലെന്ന്. അല്ലൊരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് നാണമുണ്ടോ? തനിക്ക് ഉളുപ്പുണ്ടോടോ? തനിക്ക് നട്ടലുണ്ടോ? അതൊന്നും ഇല്ലെന്ന് അറിയാം, എന്നാലും ചോദിച്ചു പോവുകയാണ്. ഓക്കെ, ഇന്നലെ നമ്മുടെ ഫസ്റ്റ് ഹാഫ് അവസാനിക്കാൻ നിൽക്കെ നമ്മുടെ ബിപിൻ മോഹൻ ഫ്രീ കിക്ക് കിടിലം മൂവുകളിലൂടെ ഓവർ ഹെഡൊക്കെ ചെയ്ത് ഫൊളോയിലേക്ക് എത്തുന്നു. ഫൊളോയുടെ ഒരു ഷോട്ട്, ആൻഡിയുടെ ഒരു സെൽഫ് ഗോൾ വരുന്നു. അങ്ങനെ നമ്മൾ 1-0 ലീഡ് എടുക്കുന്നു. ഹാഫ് ടൈമിന് പിരിയുന്നു. പിന്നീട് അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് പോകുന്നു. സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പുരോഗമിക്കുക. ബ്ലാസ്റ്റേഴ്സ് എല്ലാം ഒരു നമ്മൾ തുടർച്ചയായ രണ്ടാമത്തെ വിജയത്തിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന സമയത്ത് 88-ാം മിനിറ്റിൽ അത് ആർഷിന്റെ ക്ലിയർ ബ്ലണ്ടർ എന്ന് തന്നെ ഞാൻ പറയും. ആർഷ് അൻവർ ഷേഖ് പുറത്തേക്ക് വരുന്നു. ബോക്സിന്റെ തൊട്ട് വെളിയിലേക്ക് ഒന്ന് വരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. അദ്ദേഹം ക്ലിയർ ചെയ്ത പന്ത് അംഗിതിലേക്ക് വരുന്നു. അംഗിതിന്റെ ഷോട്ട് ക്രോസ് ബാറിൽ അടിച്ചു തെറിക്കുന്നു. അത് കൃത്യമായി ലാറൻ സുവാല അത് ഗോളാക്കുന്നു. അങ്ങനെ 1-1 നമ്മൾ സമനില വഴങ്ങുന്നു. 3 പോയിന്റ് ആഗ്രഹിച്ചിരുന്നിടത്ത് ഒരെണ്ണം കൊണ്ട് പോകേണ്ടി വന്നു. നിർഭാഗ്യമേ, നിന്റെ പേരാണോ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ പണ്ട് ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാലും ഒരു സമനിലയിലേക്ക് കിട്ടിയാൽ മതി എന്നൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ. പിന്നെ ഫോളോയുടെ കമ്മിറ്റ്മെന്റ് അത് എടുത്തു പറയേണ്ടതാണ്. പിന്നെ എനിക്ക് ആഷ്ലി വെസ്സോട്ടിനോട് കുറച്ച് വിയോജിപ്പുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ എബിൻ ദാസ്, യേശുദാസ്, അജിസൽ പോലുള്ള പ്ലേയേഴ്സിന് അദ്ദേഹം പ്ലേയിങ് ടൈം അത്ര കൊടുക്കുന്നതായിട്ട് തോന്നുന്നില്ല. എബിനൊക്കെ മികച്ച പ്ലേയേഴ്സാണ്, ക്രിയേറ്റീവ് പ്ലേയേഴ്സാണ്. എന്നാണോ എന്തോ തൂക്കി വെക്കുന്നത് ഇവന്മാര്. സത്യം പറയാല്ലേ, ഇനി ഇന്നലെ ആരാധകര് കുറവായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ അതിന്റെ ലിസ്റ്റ് നോക്കിയാണ്, പക്ഷെ കിട്ടിയില്ല. ഇന്നലെ കുറവായിരുന്നു. സോ എന്താ ഇനി അനിൻ്റെ ചേട്ടൻ്റെ പരിപാടി? ഒഡീഷയിൽ നിന്ന് ഇനി പൈസ കൊടുത്ത് ആളെ ഇറക്കുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ച, സ്പോൺസർഷിപ്പ് വരെ വിഡ്രോ ആയി തുടങ്ങി. ഇനി മിക്കവാറും നീലിന്റെ സ്വഭാവം മാറും. പൈസ ഇട്ടില്ലെങ്കിൽ നീലിന്റെ പ്രാന്ത് തുടങ്ങുകയും. സോ നിങ്ങൾ എന്താണെന്ന് ചെയ്തു. അനിയനും ചേട്ടനും കൂടെ ഇനി ഒഡീഷയിൽ നിന്ന് ആളെ ഇറക്കി എന്താണെന്ന് ചെയ്തു. കാരണം ഈ ആരാധകർ ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. സ്റ്റിൽ മാഗ്നം ഔട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ആയിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിരുന്നതുവരെ ബൈ.